അപ്പൊ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 എത്തി. അപ്പൊ പ്രേക്ഷകർക്കൊക്കെ കുറെ പേർക്ക് സംശയങ്ങളുണ്ട്. എങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 കാണാൻ സാധിക്കും? അപ്പൊ പഴയ കാണുന്നവർക്കും പുതിയതായിട്ട് ബിഗ് ബോസ് കാണാൻ വരുന്നവർക്കും കുറെ പേർക്കാണ് ഈ ഒരു സംശയം വരുന്നത്. പല കമന്റുകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ലൈവ് കാണുന്നത്? ടിവിയിൽ ഏത് സമയത്താകും? പഴയ കാണുന്നവർക്ക് ഇതിനെപ്പറ്റി കറക്റ്റ് ആയിട്ടുള്ള ധാരണയുണ്ട്. അപ്പൊ പുതിയതായിട്ട് ഒത്തിരി പേർക്ക് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സംശയങ്ങളും കാര്യങ്ങളും ഒന്ന് തീർക്കാം എന്ന് കരുതി ജിയോ ഹോട്ട്സ്റ്റാറിൽ എങ്ങനെ ലൈവ് കാണാം, അതുപോലെ തന്നെ ലൈവിനായിട്ട് നമുക്ക് ഏതൊക്കെ റീചാർജ് ആണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഓഗസ്റ്റ് 3-ാം തീയതി വൈകിട്ട് 7 മണി തൊട്ടാണ് നമ്മുടെ ഈ ഒരു സീസൺ 7 തുടങ്ങാൻ പോകുന്നത്. അന്നത്തെ ദിവസം ജിയോ ഹോട്ട്സ്റ്റാറിലും അതുപോലെ തന്നെ ഏഷ്യാനെറ്റിലും 7 മണി മുതൽ ഷോയുടെ ടെലികാസ്റ്റിംഗ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഓരോ ദിവസവും 9:30 മുതൽ 10:30 വരെ ആയിരിക്കും എപ്പിസോഡ് ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം ബിഗ് ബോസ് പ്ലസ് 10:30 തൊട്ട് 11 മണി വരെയോ അല്ലെന്നുണ്ടെങ്കിൽ 11 തൊട്ട് 11:30 വരെയോ ഇതിലേതെങ്കിലും ഒരു സമയത്തായിരിക്കും നടക്കുന്നത്. കഴിഞ്ഞ തവണ 11 തൊട്ട് 11:30 വരെയായിരുന്നു. അതിന് മുൻ സീസണുകളിലൊക്കെ 10:30 തൊട്ട് 11 വരെയാണ് കാണിച്ചിരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു സീസണിൽ എങ്ങനെയായിരിക്കുമെന്ന്. ഇതാണ് അപ്പം ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയം. ഇനി ജിയോ ഹോട്ട്സ്റ്റാറിലേക്ക് ലൈവ് കാണാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഏത് റീചാർജ് ആണ് ചെയ്യേണ്ടത്? അപ്പം റീചാർജിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ എല്ലാ റീചാർജുകളും ഒന്നും അഡ്വാൻസ് ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു സമയമാകുമ്പോഴത്തേനും താരിഫൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കി ചെയ്താൽ മതി. അതുപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ പഴയതുപോലെ 149, 298, 249 എന്നൊക്കെ പറഞ്ഞ പല പ്ലാനുകളൊന്നും ഓപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത്യാവശ്യം നമുക്ക് മൊബൈലിലും അല്ലെന്നുണ്ടെങ്കിൽ ടിവിയിലോ അല്ല ലാപ്ടോപ്പിലോ മൾട്ടിപ്പിൾ ഡിവൈസിലൊക്കെ കാണാൻ പറ്റുന്ന പ്ലാനുകളൊക്കെ തന്നെ നമുക്കിപ്പോൾ മൊബൈൽ റീചാർജ് ചെയ്യുന്നതിന് കൂടെ തന്നെ ആഡഡ് ആയിട്ട് ഇവർ തരുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കി ഇനി മൊബൈൽ റീചാർജ് ചെയ്യാൻ മതി. എന്താണെന്നുണ്ടെങ്കിൽ മന്ത്ലി റീചാർജും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ആ ഒരു ഡാറ്റ പ്ലാനിനൊപ്പം നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറും കൂടി ആഡഡ് ആയിട്ടുള്ള പ്ലാനുകൾ നോക്കി ചെയ്യുക. 3 മന്ത്സ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണലി നമ്മൾ ഒരു ഹോട്ട്സ്റ്റാർ പ്ലാൻ എടുക്കേണ്ടതില്ല. അപ്പോൾ നോർമലി ബ്രോഡ്ബാൻഡ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി എല്ലാ ബ്രോഡ്ബാൻഡിനോടൊപ്പം തന്നെ OTT പ്ലാറ്റ്ഫോം ഒക്കെ ബേസിക് പ്ലാൻസുകളൊക്കെ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. അതിപ്പോ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ബ്രോഡ്ബാൻഡിനൊപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ഹയർ പാക്കേജിൽ OTT പ്ലാറ്റ്ഫോം കൂടെ കാണുന്നുണ്ടാകും. അപ്പൊ അതൊന്ന് നോക്കി താരിഫ് നോക്കിയിട്ട് നിങ്ങൾ റീചാർജ് ചെയ്യുക. സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതായിരിക്കും. അതുപോലെ ഇനി മൊബൈലിൽ റീചാർജ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ജിയോ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ 349 മുതൽ 2 GB പെർ ഡേ പ്ലാനുകളുണ്ട്. 5G അൺലിമിറ്റഡ് 5G കിട്ടുന്നിടത്താണെന്നുണ്ടെങ്കിൽ 5G അൺലിമിറ്റഡ് ആണ്. അപ്പം അതിനോടൊപ്പം നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാർ 3 മാസത്തേക്ക് നമുക്ക് മൊബൈലിലും അതുപോലെ തന്നെ ടിവിയിലും യൂസ് ചെയ്യാൻ സാധിക്കും. 349 മാത്രമല്ല, 3 മാസത്തേക്ക് നമുക്ക് ഒരു കണ്ടിന്യൂസ് പ്ലാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ 899 പ്ലാനുകളും ഉണ്ട്. അതായിരിക്കും കുറച്ചുകൂടെ മികച്ച ഒരു പ്ലാൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം 3 മാസം എന്താണെങ്കിലും നമുക്ക് ഉപയോഗിക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും 1 മന്ത് പ്ലാൻ സെപ്പറേറ്റ് ചെയ്താൽ മതി. അപ്പം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൊബൈലിലൊക്കെ അത്യാവശ്യം കാണുന്നവർക്കും ഒക്കെ നടക്കും. അതല്ല ടിവിയിലും ലാപ്ടോപ്പിലും കണ്ടിന്യൂസ്ലി 24/7 ലൈവ് ഒക്കെ കാണാനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം. കുറച്ചുകൂടി ഡാറ്റ കൂടുതലുള്ള പ്ലാനുകളിലേക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും. അപ്പം അതിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. കമന്റിൽ ഒന്ന് ചോദിച്ചാൽ മതി. അത്യാവശ്യം ലൈവ് ഒക്കെ കാണാൻ വേണ്ടിയുള്ളവർക്കാണ് ഈ ഒരു പ്ലാനിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ VI ആണെന്നുണ്ടെങ്കിലും എയർടെലിന്റെ സിം ആണെന്നുണ്ടെങ്കിലും 349, 339 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന റീചാർജ് ഓപ്ഷനുകളൊക്കെ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ പ്ലാനുകൾ കൊടുക്കുന്നുണ്ട്. ഇനി 4G അല്ലെന്നുണ്ടെങ്കിൽ 5G എടുക്കുന്നില്ല, 4G നോർമൽ ഡേറ്റയാണ് ഉപയോഗിക്കാൻ പ്ലാൻ, അതാണ് റീചാർജ് ചെയ്യുന്നത് എങ്കിൽ അതോടൊപ്പം 100 റുപ്പീസിന്റെ ഒരു പ്ലാൻ, ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഒരു പ്ലാൻ നമ്മുടെ ജിയോയുടെ സിം ഉള്ളവർക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 GB ഡേറ്റയും അതോടൊപ്പം നമുക്ക് 3 മാസത്തേക്ക് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ പ്ലാനും കൂടെ ആഡഡ് ആയിട്ട് കിട്ടും. 195 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15 GB എന്തോ കിട്ടും. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ആഡഡ് ആയിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ പ്ലാനും കൂടെ 3 മാസത്തേക്ക് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ തന്നെ VIയിലും അതുപോലെ എയർടെലിലും കൊടുക്കുന്നുണ്ട്. 100 റുപ്പീസിന്റെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഡഡ് ഡേറ്റയും അതുപോലെ തന്നെ 3 മാസത്തേക്ക് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ പ്ലാനും കൂടെ ഇതോടൊപ്പം കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ കംഫർട്ടബിൾ എന്ന് തോന്നുന്ന ഒരു പ്ലാനുകൾ എടുക്കുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് റീചാർജ് ആണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഇതിന്റെ ഡൗട്ടും കാര്യങ്ങളും ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടുവെന്ന് മാത്രം. ഏത് റീചാർജ് ചെയ്യണ്ട എന്നൊക്കെയുള്ള ഒരു സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അതുപോലെ ഇന്ത്യക്ക് വെളിയിലുള്ളവർക്കൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ, അതുപോലെ എപ്പിസോഡും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാൽ മതി. അതിനുള്ള വഴികൾ പറഞ്ഞു തരാം. കുറച്ച് ഇല്ലീഗൽ ആയിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറയാതിരിക്കുന്നത്. അപ്പം അത് ടെലിഗ്രാമിൽ കൂടെയും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ VPN ഉപയോഗിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് മറ്റു വഴികൾ അറിയാമെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റിൽ ഇട്ടേക്ക്. എനിക്കറിയാവുന്ന വഴികൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. ചിലത് വിജയിക്കും, ചിലത് വിജയിക്കില്ല. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞു. പ്രേക്ഷകരൊക്കെ അപ്പം ബിഗ് ബോസിന്
ബോസിന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു ബിഗ് ബോസ് സീസൺ നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ 2 സീസണുകളും പൊട്ടി പാളീസായതുകൊണ്ട് തന്നെ സീസൺ 7 എങ്കിലും വിജയിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.